യൂത്ത് ഗൈഡിലേക്ക് എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും സ്വാഗതം. ലൈംഗികതയും അതിൻ്റെ വിശുദ്ധിയും ഒരു സ്വർഗീയ വരമാണെന്ന തിരിച്ചറിവിൻ്റെ തീരങ്ങളിലേക്ക് ഒരു ബോധ്യസഞ്ചാരം. ഇന്നത്തെ നമ്മുടെ വിഷയം സെക്ഷുവാലിറ്റി ഇൻ ബോയ്സ്, ആൺകുട്ടികളിലെ ലൈംഗികത. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ശ്രീമതി ഗ്രേസ് ലാലാണ്. സ്വാഗതം. മാഡത്തിന് എന്താണ് പറയാനുള്ളത് ആൺകുട്ടികളുടെ ലൈംഗികതയെക്കുറിച്ച്? അവര് ഒത്തിരി വറീഡാകുന്ന ഒരു സമയമാണ്, കൗമാരത്തിലേക്ക് കടക്കുന്ന ആ സമയം. ആൺകുട്ടികളുടെ ലൈംഗികത എന്ന് പറയുമ്പോൾ ലൈംഗികപരമായി അവരുടെ വളർച്ചയിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. പണ്ടത്തെ ഒരു ലൈംഗികതയും ഇന്നത്തെ ലൈംഗികതയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ലൈംഗികത? അവർ പ്രായപൂർത്തിയായ ഒരാണായി മാറാനായി ശരീരവും മനസ്സും സജ്ജമാകുന്ന സമയത്തെയാണ് നമ്മൾ ആ മാറ്റത്തെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. ലൈംഗികത എന്ന് പറയുമ്പോൾ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കൂടുതൽ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരാൺകുട്ടി പക്വതയിലെത്തുന്നതിനൊരു പ്രായമുണ്ട്. പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും സാധാരണഗതിയിൽ അവരുടെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയമാണ് ലൈംഗികപരമായ വ്യത്യാസം വരുന്നത്. തലച്ചോറിൽ തലാമസും പിറ്റ്യൂട്ടറിയും കൂടെ ചേർന്ന് പ്രവർത്തിച്ച ആൺകുട്ടികളിൽ ടെസ്റ്റസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം മുതലാണ് അവൻ്റെ ആണത്വം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ലൈംഗികപരമായ ഉണർവുണ്ടാകുന്ന സമയം. അത് പണ്ട് ഒരു 18-19 വയസ്സിലായിരുന്നു. അതായത് നമ്മൾ ടീനേജ് എന്ന് പറയുന്ന ഒരു സമയം ബിറ്റ്വീൻ 13 and 19 ആയിരുന്നു. ഈ സമയത്തിൽ 13-14 ഒക്കെ ആകുമ്പോൾ പെൺകുട്ടികൾക്കും 18-19 ആകുമ്പോൾ ആൺകുട്ടികൾക്കും വ്യത്യാസം വന്നിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ ഇന്നത് മാറി. ഇന്ന് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും വളരെ നേരത്തെയാണ് ലൈംഗികപരമായ മാറ്റങ്ങൾ വരുന്നത്. അതിനെന്തായിരിക്കും പ്രധാന കാരണം? അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരിൽ ചെറുപ്പം മുതലേ കഴിക്കുന്ന ഭക്ഷണമുണ്ട്, ഹോർമോൺ അടങ്ങിയ ഫുഡ് കഴിക്കുന്നുണ്ട്. ബ്രോയിലർ ചിക്കൻ അതുപോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നൂഡിൽസ്, പാസ്ത, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പെപ്സി, അല്ലെങ്കിൽ ഈ എന്താ പറയുക കളറ് കലർന്നത്, കെമിക്കൽ കലർന്നത്, ഹോർമോൺ കലർന്നത്, ഇങ്ങനെയുള്ള ഫുഡ് ഹാബിറ്റ്സ് അവരിൽ പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ കെമിക്കൽ ചേഞ്ചസ് വരാൻ കാരണമാകുന്നുണ്ട്. പിന്നെ ലൈംഗികതയ്ക്ക് വേറൊരു കാരണം എന്ന് പറയുന്നത് പണ്ടത്തെ നമ്മൾ കണ്ടിരുന്നതും കേട്ടിരുന്നതും ഒന്നും അല്ല പിള്ളേർ കാണുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആകെപ്പാടെ ഒരു റേഡിയോ, അതിനകത്തുനിന്ന് കേൾക്കുന്ന ഒരു പാട്ട്, ആ പാട്ടെന്ന് പറയുന്നത് തന്നെ രാത്രി 10 മണിക്ക് ശേഷം വരുന്ന നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനം. അതിനകത്ത് വല്ലപ്പോഴും കേൾക്കുന്ന 1-2 പാട്ടുകൾ, ഇതേ ഉള്ളൂ നമുക്കാകെയുള്ള ഒരു സുഖം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ. അവർ വളരെ ചെറുപ്പം മുതലേ TV കണ്ട്, സിനിമ കണ്ട്, പാട്ട് കേട്ടൊക്കെ വളരുകയാണ്. അപ്പൊ അവർ കാണുന്നതും കേൾക്കുന്നതും അവരിൽ ഇമോഷൻസിനെ ഉണ്ടാക്കും നേരത്തെ തന്നെ. അപ്പൊ ലൈംഗികപരമായ ഉത്തേജനം അല്ലെങ്കിൽ ഉണർവ് നേരത്തെ ഉണ്ടാകും. പിന്നെ അവരുടെ വസ്ത്രധാരണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും വസ്ത്രധാരണത്തിന് ഇമോഷൻസിനെ ഉണ്ടാക്കാൻ ഒരു കഴിവുണ്ട്. അപ്പൊ ഇങ്ങനെ വസ്ത്രധാരണം, ആഹാരം, പ്രിഫർ ചെയ്യുന്നതും ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം. ഇങ്ങനെ ഇവർക്ക് നേരത്തെ മാറ്റങ്ങൾ വരുന്നു. അതായത് ഒരു 13-14 വയസ്സാകുമ്പോൾ, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആകുമ്പോൾ തന്നെ ആൺകുട്ടികളിലെ ലൈംഗികത ഇന്ന് പുറത്ത് പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ആ ലൈംഗികത പ്രകടമാകുക എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് പൊക്കം വയ്ക്കാൻ തുടങ്ങുന്നു, സ്വരം മാറാൻ തുടങ്ങുന്നു. ആൺകുട്ടികളിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. മീശ കിളുക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ മാറുന്നു. നേരത്തെ ഭയങ്കര വലിയ സ്റ്റൈലിൽ നടന്നിരുന്ന അമ്മയുടെ ഇഷ്ടങ്ങളായിരുന്നു. അമ്മ കൊടുക്കുന്ന ഡ്രസ്സ്, അമ്മ വാങ്ങിക്കുന്ന ജീൻസ്, അമ്മ തലമുടി വെട്ടിക്കാൻ അമ്മ കൊണ്ടുപോകുന്നു, അമ്മ പറയുന്ന പോലെ തലമുടി വെട്ടുന്നു, അങ്ങനത്തെ സ്റ്റൈലൊക്കെ ആയിരുന്നു. അതെല്ലാം മാറി ഇപ്പൊ അവർ തന്നെ നിൽക്കാനാവും. അപ്പൊ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അവരുടേതായ ഇഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ മുടി ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഒരു ദിവസം മീശ കാണും, പിറ്റേ ദിവസം മീശ കാണത്തില്ല. ചിലപ്പോൾ തടിയുടെ ഈ അറ്റത്ത് കാണും, പിറ്റേ ദിവസം കാണത്തില്ല. ചിലപ്പോൾ അവർ മുടി കാണും, ചിലപ്പോൾ മുടി മുട്ട അടിച്ചോണ്ട് വരും, ചിലപ്പോൾ മുടി വേറെ എന്തെങ്കിലും കാണിക്കും. അപ്പൊ അവർക്ക് ആൺപിള്ളേർക്ക് ഇത്ര സ്ഥലത്തെ കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല, അവർക്ക് ഡ്രസ്സിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഒത്തിരി വരുത്താം.
അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നോട്ട് ചെയ്യുമ്പോഴേ അവരുടെ ലൈംഗികതയിലേക്ക് അവർ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവർ ആ സമയത്ത് ഒത്തിരിയേറെ ഹീറോ വർഷിപ്പ്, അവർ ആരെയെങ്കിലുമൊക്കെ ആരാധിക്കാൻ തുടങ്ങും. ഫിലിം സ്റ്റാർസിനെ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളെ, ഏതെങ്കിലും തരത്തിലുള്ള ആരാധനകൾ, അവരുടെ ഡ്രസ്സുകൾ, അവരുടെ നടപ്പ്, ഷാരൂഖ് ഖാനെ പോലെ നടക്കാൻ, ഋത്തിക് റോഷനെ പോലെ നടക്കാൻ ആണെന്നൊരു തോന്നലുണ്ടാവുക, ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ഇത് കാണുമ്പോൾ പേരൻസിന് ദേഷ്യം വരും, ചൊറിച്ചിലുണ്ടാവും, ഈ ചെറുക്കൻ എന്താ പറ്റുന്നത് അങ്ങനെ തോന്നും. പിന്നെ ലൈംഗികതയെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമോൺ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്കെല്ലാം അറിയാനുള്ള ആഗ്രഹം, ഓപ്പോസിറ്റ് സെക്സിനെ അറിയാനുള്ള ആഗ്രഹം, എന്താണ് ഒരു പെണ്ണ്, അവൾക്ക് എന്താണ് പ്രത്യേകത. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ ഓപ്പോസിറ്റ് സെക്സിലേക്ക് അട്രാക്ഷൻ തുടങ്ങും. ഏതെങ്കിലും ഒരു പെണ്ണിനോ ഒരാണിനോടോ ഒരാണിനൊരു പെണ്ണിനോടോ ഇഷ്ടം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ആനമണ്ടത്തരാണ്, നുണയാണ്. അപ്പൊ ഈ പ്രായത്തിൽ അത് തോന്നും. അപ്പൊ അവൾക്ക് എന്നെ ഇഷ്ടമാകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, പിന്നെ അവൾ എന്നെ നോക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് പിന്നെ കാണിക്കുന്നത്. അവർ രാവിലെ സ്കൂളിൽ പോകുമ്പോഴും ആരെങ്കിലും 10 പേര് അവരെ നോക്കണം. അതാണ് ഈ കണ്ണാടിയുടെ മുമ്പിൽ ഇത്രയും നേരം ചെലവഴിക്കുന്നത്. അമ്മയെ അട്രാക്റ്റീവ് അല്ലേ? അതെ അതെ, ഒത്തിരി നേരം അവർ കണ്ണാടിയുടെ മുന്നിൽ ചെലവഴിച്ചിട്ടാണ് അവരിറങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സെക്സിനുള്ള അട്രാക്ഷൻ ചിലപ്പോൾ അത് പിന്നെ പ്രേമലേഖനങ്ങൾ അല്ലെങ്കിൽ പ്രണയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഇഷ്ടങ്ങളിൽ ഒരു ഇൻഫാക്ച്വേഷൻ അതുണ്ടാവും. അതാണ് ആ പ്രായത്തിൽ ഉണ്ടാകുന്ന പേരൻസിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ആൺകുട്ടികൾ ഏതെങ്കിലും പെണ്ണിനെ പിടിച്ചോണ്ട് വരുവോ, കണ്ടുപിടിച്ചോണ്ട് വരുവോ, അങ്ങനെയൊക്കെയുള്ളൊരു വേദനകളൊക്കെ അമ്മമാരിലും ഉണ്ടാകും, അപ്പന്മാരിലും ഉണ്ടാകാറുണ്ട്. പിന്നെ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ ദാനാണ്. ലൈംഗികപരമായ അവന്റെ ആ ഒരു ഉണർവാണ് അവനെ ആണാക്കുന്നത്. അതുണ്ടാവണം. അതുണ്ടാവുന്നില്ലെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. അവന് ആ വ്യത്യാസം വരുന്നില്ലെങ്കിൽ പേരൻസ് പേടിക്കണം. വിദേശ രാജ്യങ്ങളിലൊക്കെയാണെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞ ഒരു ആൺകുട്ടി അവന് ഇഷ്ടമുള്ള ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്തണം, ഒരു പെൺകുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തണം. കണ്ടെത്തുന്നില്ലെങ്കിൽ പേരൻസ് കുട്ടികളുമായി മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് പോകും. കുട്ടിക്ക് എന്താ കാര്യമായ കുഴപ്പമുണ്ട് എന്ന് അവർ ഭയപ്പെടുന്നു, പേടിക്കുന്നു. നമ്മുടെ ഇവിടെ നേരെ തിരിച്ച, കുട്ടികൾ എന്തെങ്കിലും അങ്ങനെ കാണിച്ചാൽ ഉടനെ പേരൻസ് കുട്ടികളുമായിട്ട് മനഃശാസ്ത്രജ്ഞന്റെ അടുത്തോ അച്ഛന്മാരുടെ അടുത്തോ എവിടെയെങ്കിലും പോകുന്നു. കുട്ടിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന് നമ്മൾ ഭയപ്പെടുന്നു. അപ്പം അത് ഭയപ്പെടാതിരിക്കുക. കാര്യമായ കുഴപ്പമൊന്നുമല്ല, ലൈംഗികതയുടെ വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. ഇത് കുട്ടിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. തീർച്ചയായിട്ടും. അതിന് ചില കുട്ടികൾക്ക് പേടിയാണ്, കാരണം അവരുടെ ആ സെക്ഷൽ അവരുടെ സെമനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഭയങ്കര ചൂടാകും, ദേഷ്യം വരും, പൊട്ടിത്തെറിക്കും. ചിലർക്ക് തലവേദന, പെട്ടെന്ന് തലവേദന ഉണ്ടാകും, കൈയും കാലും കഴുപ്പുണ്ടാകും. ആൺകുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ഇതിനെ കുറിച്ചുള്ള അറിവ്, അതായത് ഈ സെക്സ് എഡ്യൂക്കേഷൻ, അത് വീട്ടിൽ തന്നെ ആദ്യം അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരച്ഛൻ. ഞാൻ പറയുന്ന ആൺകുട്ടികൾക്ക് ലൈംഗികതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരു അച്ഛനാവണം. അച്ഛൻ അത്യാവശ്യം പറഞ്ഞു കൊടുക്കണം, എടാ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ മാറും. പക്ഷെ ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഏറെ അവരല്ലാത്ത തരങ്ങളിലെ പുസ്തകങ്ങൾ വായിച്ചും നെറ്റിൽ നോക്കിയും പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ മറ്റു കൂട്ടുകാരിൽ നിന്നൊക്കെ അവരറിയുന്നുണ്ട്. അത് ശരിയാവണമെന്നില്ല. കാരണം ഇവർ പലതും പരീക്ഷിക്കാൻ പോകുന്നു. ടീനേജിലൊക്കെ പലതും പരീക്ഷിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അതിലേക്ക് പിള്ളേർ പോയി കഴിഞ്ഞാൽ അവര് തെറ്റുകളിൽ, കാരണം അതുപോലെ തന്നെ ഈ പ്രായത്തിലെ ലൈംഗികത അവര് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പൊ മാസ്റ്റർബേഷൻ പോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളിലേക്ക് പോകും. ഒരിക്കലും അവരത് യൂസ്ഡ് ആയി പോയെങ്കിൽ പിന്നെ അവർക്ക് അതിനകത്തൊന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. നമുക്കിപ്പോൾ എത്ര നമ്മൾ തെറാപ്പീസൊക്കെ കൊടുത്താലും ചിലപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അതിനകത്ത്. അവർക്ക് ഈ സ്ട്രെസ് ഉണ്ടാവും, ആ സ്ട്രെസ് ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. അപ്പോൾ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കേണ്ടത് ഒരു 7ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ അത്യാവശ്യം എന്താണ് സെക്സ് പറഞ്ഞു മെയിൽ ഓർ ഫീമെയിൽ. അത് സെക്സ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഞാൻ ആണായിരിക്കുന്ന അവസ്ഥയാണ്, ഞാൻ പെണ്ണായിരിക്കുന്ന അവസ്ഥയാണ്. അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവും, ആണാകുന്നതിൻ്റെ മാറ്റം. അതുപോലെ തന്നെ സെക്ഷുവാലിറ്റിയിൽ അവർക്ക് നല്ല ബുക്സൊക്കെ ആ സമയത്ത് അവരെക്കുറിച്ച് പഠിക്കാനുള്ളത്, നല്ല ക്ലാസ്സുകൾ എവിടെയെങ്കിലും കിട്ടിയാൽ, നല്ല സെമിനാറുകളില്ല, അത് അവരെ കൊണ്ട് പങ്കെടുപ്പിക്കാം. പ്രത്യേകിച്ച് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം മിഷൻ ലീഗ് തൊട്ട് യുവദീപ്തി തൊട്ട് പല DCL തൊട്ട് ഐക്കഫ് തൊട്ട് എത്ര വളർച്ചയിൽ സഹായിക്കാൻ എത്രയോ സംഘടനകളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കാത്തത് എന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ഞാനൊക്കെ വളർന്നപ്പോഴും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഇത്തരം സംഘടനകളിലൂടെ വളർന്നാണ് ഇത്തരം അറിവുകൾ കിട്ടിയതും ഇത്രയും വലുതായതും. പക്ഷെ ഇപ്പോൾ ഉള്ള പേരൻസ് പലപ്പോഴും ഈ എൻട്രൻസ് കോച്ചിങ്ങിനും ട്യൂഷൻ ക്ലാസ്സിനും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ വിടത്തില്ല. പിന്നെ അവർക്ക് കിട്ടുന്ന ലൈംഗികതയെക്കുറിച്ചുള്ള അറിവ് എപ്പോഴും വികലമായിരിക്കും.
അപ്പം വികലമാകുമ്പോഴാണ് അവർ തെറ്റുകളിൽ പോകാനുള്ള, വൈകൃതങ്ങളിലേക്ക് പോകാനുള്ള. അപ്പം അമ്മമാരോടും അപ്പന്മാരോടും എനിക്ക് പറയാനുള്ള ഒരു കാരണം, നിങ്ങളുടെ ആൺകുട്ടി സ്കൂളിൽ നിന്ന് വന്ന് കൂടുതൽ നേരം കഥ കടച്ചൊരു മുറിയിലിരിക്കുന്നെങ്കിൽ എന്തിന് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം. ചോദിച്ചാൽ പറയത്തില്ല, അറിയാതെ ഒന്ന് ഒളിഞ്ഞു നോക്കിയാൽ മതി, നമുക്കറിയാൻ പറ്റും എന്താണ് കുട്ടി കാണിക്കുന്നത്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ വേണ്ടാത്ത പടങ്ങളും വേണ്ടാത്ത ഇതെല്ലാം പിള്ളേരുടെ ഇടയിലുണ്ട്. അപ്പം അത് അവരെ ചീത്തയാക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരമ്മയ്ക്കാവണം. ടോയ്ലറ്റിൽ കൂടുതൽ നേരം ചിലവഴിക്കുന്നുണ്ടോ, സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ടോയ്ലറ്റിലാണോ കയറുന്നത്, അവൻ പിന്നെ കുളിക്കാൻ എത്ര നേരം എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കറിയാം അവരുടെ ലൈംഗികതയെക്കുറിച്ചുള്ള അവരുടെ പഠനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അത് മനസ്സിലാക്കിയോ, ഇത് ആകാശം ഇടിഞ്ഞു വീഴ്ത്തൊന്നുമില്ല, കൊച്ചത് അറിഞ്ഞു വരട്ടെ. അപ്പൊ അതിനുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ അറിവ്. ശരിയായ അറിവ് കിട്ടുന്നില്ലെങ്കിൽ അത്. പക്ഷെ ഇന്ന് പല മാതാപിതാക്കളുടെ കുട്ടികളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്, പ്രത്യേകിച്ചും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് എന്തുമാത്രം പറഞ്ഞു കൊടുക്കുന്നു ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇല്ല. അതേസമയം കുറച്ചുകൂടെ പെൺകുട്ടികൾക്ക് ഈ അറിവ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അമ്മയിൽ നിന്നും. പിന്നെ അമ്മമാര് പറഞ്ഞു കൊടുക്കുന്നില്ല. അമ്മമാരും അച്ഛന്മാരും അവരിതെല്ലാം മൂടി വെച്ചിരിക്കുക. കാരണം അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പോലും പിള്ളേർക്ക് അത് വലിയ പാവമാണെന്നല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. പേടിപ്പിച്ചു കൊടുക്കുക, പാവമായിട്ട് വെച്ചു കൊടുക്കുക. അപ്പൊ ലൈംഗികത എന്ന് പറയുന്നത് മ്ലേച്ഛമാണെന്നും പാവമാണെന്നും എന്തോ ഒരു ഇച്ചിരി കാര്യമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കുഴപ്പം. അതുകൊണ്ടുള്ള ഇപ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് പറയാം, ഇപ്പൊ ഈ വിവാഹ മോചനങ്ങളിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം സെക്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ആൺകുട്ടികളിൽ. കാരണം എനിക്ക് 2 വർഷമായിട്ട് തൊട്ട് നോക്കാത്ത ആൺപിള്ളേര്, ഭാര്യ കൂടെയുണ്ട്, സുന്ദരിയാണ്, നല്ല കൊച്ചാണ്, പക്ഷേ തൊട്ടുപോലും നോക്കുന്നില്ല. 2 വർഷമായിട്ട് തൊട്ട് നോക്കാത്തത്, 4 വർഷമായിട്ട് തൊട്ട് നോക്കാത്തത്. ഇപ്പം ലേറ്റസ്റ്റ് എനിക്ക് വന്നത് 3 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഒരു റിലേഷൻഷിപ്പ് നടന്നിട്ടില്ല. ബട്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവള് പഠിക്കുന്നുണ്ട്, MD പഠിക്കുന്നുണ്ട്. അവള് ശരിക്കും അവളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവൻ നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും, ഡയമണ്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും, സിംഗപ്പൂരിനും മലേഷ്യക്കൊക്കെ കൊണ്ടുപോകും. അവൾ അതിൽ എൻജോയ് ചെയ്യാണ്. അപ്പൊ വീട്ടുകാർ ഇപ്പൊ പറയടായി എന്തുകൊണ്ട് കുട്ടികളില്ല, കുട്ടികൾ ഉണ്ടാവാത്ത എന്തുകൊണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നും നടന്നില്ല. ഷീസ് വെർജിൻ. അപ്പൊ അങ്ങനെ 3 വർഷമായിട്ട് വെർജിനാണ്. അപ്പൊ ഈ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറായിട്ട് പോലും അവൻ അങ്ങനെയുള്ള ഒരു വികാരത്തിലേക്ക്, ഇമോഷൻസിലേക്ക് വരുന്നില്ല. ചെറുപ്പത്തിൽ വളർത്തുന്ന അപാകതകളാണ് ഇതൊക്കെ. അതിനെ ഭയത്തോടെ കാണുന്നു, പേടിയോടെ കാണുന്നു, അല്ലെങ്കിൽ പെണ്ണിനെ അങ്ങനെ ഒന്ന് കാണാനായിട്ട് അവന് പറ്റുന്നില്ല, അമ്മയായിട്ട് കാണാനേ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ള വൈകല്യങ്ങളിലേക്ക് പോകും. ലൈംഗികത എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെയുള്ളൊരു ദോഷത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് വിവാഹമോചനത്തിന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അത് കാണുന്നുണ്ട്. നമുക്ക് ഇനിയൊരു കത്തിലേക്ക് കടന്നാലോ? ഒരു അമ്മ എഴുതിയ കത്താണ്. എൻ്റെ മകന് 15 വയസ്സായി, പൊക്കം പോരാ, മസിൽ വയ്ക്കുന്നില്ല, മീശ വരുന്നില്ല, എപ്പോഴും നിരാശയാണ്, എല്ലാവരോടും ദേഷ്യം, അവൻ ഉൾവലിയുന്നത് പോലെ തോന്നുന്നു, എനിക്ക് അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവൻ്റെ ആശങ്കയാണ്. അപ്പം അത് അമ്മയിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ കുട്ടികളുടെ വലിപ്പം അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നതിന് പാരമ്പര്യം ഒരു ഘടകമാണ്, ജീനുകൾ. ഇപ്പം ചില കുട്ടികൾ 13-14 വയസ്സാകുമ്പോഴേ നല്ല പൊക്കം വയ്ക്കും, ഒരു 8ാം ക്ലാസ് ആകുമ്പോഴേ ചേഞ്ച് വരും. പക്ഷെ ചിലർക്ക് ആ ചേഞ്ച് വരുന്നത് 10ാം ക്ലാസ്സിലായിരിക്കും, ചിലർക്ക് 12ാം ക്ലാസ്സിലായിരിക്കും, ചിലർക്ക് അതും കഴിഞ്ഞായിരിക്കും. അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കെല്ലാം മീശയും കിളുത്ത് അവര് വലിയ ചേട്ടന്മാരാകുമ്പോൾ ഇവനെ അവരും ഒന്ന് കളിയാക്കും. അപ്പൊ ഇവൻ പതുക്കെ അപ്പൻ്റെ റേസർ എടുത്തൊന്ന് വടിച്ച് മീശ കിളിപ്പിക്കാനൊക്കെ ഒന്ന് നോക്കും. അപ്പൊ ഇവൻ പതുക്കെ ഉൾവലിയുമ്പോൾ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് എന്താണ് കുഴപ്പം, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഉൾവലിയുന്ന അതിന് കാരണം അവൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ അവനൊരു അവനാ സ്വയം ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വരുന്ന അത് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. സാരമില്ല, പപ്പ താമസിച്ചാണ്, അല്ലെ പിന്നെ ചിലപ്പോൾ താമസിച്ചായിരിക്കും നിനക്ക് ഇതൊക്കെ ഉണ്ടാവുക, മീശം കിളുത്തോളും. അത് ഓരോ കുട്ടികളിലും വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നുള്ളത് അവന് മനസ്സിലാക്കി കൊടുക്കുക. ഇനി മീശ കിളുക്കണം നിർബന്ധമൊന്നുമില്ല, ചിലർക്ക് മീശ കിളുക്കുന്നില്ലെന്ന് വരെ, അതും പാരമ്പര്യ ഘടകമാകാം. അത് ഓരോരുത്തരുടെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം നമുക്ക് സെക്സോളജിസ്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും കുട്ടിക്കുണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല സെക്സോളജിസ്റ്റുകളുണ്ട്. പാരൻസ് കൊണ്ടുപോയി ഹോർമോൺ ടെസ്റ്റൊക്കെ നടത്തുന്നതിനൊന്നും കുഴപ്പമില്ല. കാരണം ഇല്ലെങ്കിൽ ഇവൻ്റെ പഠനത്തെ ബാധിക്കും. അവനെ അപ്പൊ അവൻ എന്നെ എടുക്കുന്നറിയാം, ഇൻട്രോവേർട്ടായി പഠനത്തിൽ മാറിപ്പോ. അമ്മ ചെയ്യേണ്ട ഭാഗം ഇതാണ്, അവന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് അമ്മ പറഞ്ഞ പോരാ, ആരെങ്കിലും ഒരാളെ കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇവനിങ്ങനെയുള്ളൊരു സംശയമുണ്ട്,
അത് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാനാവും. ഇപ്പം എനിക്ക് അങ്ങനെയുള്ള കേസുകൾ വരാറുണ്ട്. എനിക്കിപ്പോൾ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, അവന് മീശ വിളിക്കുന്നില്ല, സ്വരം മാറുന്നില്ല. അപ്പോൾ അവനെ പെണ്ണിഷ് ഒരു നേച്ചർ, 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഞാൻ അവൻ്റെ എല്ലാ ടെസ്റ്റ് എല്ലാം അവൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചെല്ലാം മനസ്സിലാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അവസാനം അവനെ സെക്സോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് കംപ്ലീറ്റ് അവൻ്റെ എല്ലാ ചെക്കെല്ലാം ചെയ്ത് എനിക്ക് റിപ്പോർട്ട് തന്നു. ഹീസ് ഓക്കെ. അവന് ചില തെറാപ്പീസൊക്കെ കൊടുത്ത് അവനെ ആണാക്കിയൊന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ കുഴപ്പമില്ലാതെ അവൻ വരുന്നുണ്ട്. പക്ഷെ അവൻ പഠനത്തിൽ വളരെ പുറകിൽ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ, ഇപ്പോൾ ഈ കത്തെഴുതിയ അമ്മയ്ക്ക് ആശങ്ക വേണ്ട. പക്ഷെ എന്നാലും അവനെ എന്താ പറയുക, ഒന്ന് പുഷ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരിക. അതല്ല ഒരു കാര്യം. ഒരാണിനെ ആണാക്കുന്ന അവൻ്റെ വലിപ്പമല്ല, അവൻ്റെ പൊക്കമല്ല, അവൻ്റെ മീശയല്ല, അവൻ്റെ സ്വഭാവമാണ്. അവൻ്റെ ആണത്വം എന്ന് പറയുന്നത് അതല്ല. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അമ്മ ശ്രമിക്കുക. പിന്നെ അവനിച്ചിരി വലുതാകാനുള്ള ഇച്ചിരി നല്ല ഫുഡൊക്കെ കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് ശ്രദ്ധിക്കാം. അവനെ ജിമ്മിലൊക്കെ വിടുകയാണെങ്കിൽ അവൻ നല്ല മസിലൊക്കെ വെച്ചോളും. മസിൽ ഇല്ലാന്ന് ഓർത്ത് അവൻ വിഷമിച്ചിരിക്കണ്ട. മാഡത്തിന്റെ അനുഭവത്തിൽ സാധാരണ ഒത്തിരി കേസുകൾ വരാറുണ്ടല്ലോ. ഈ ആൺകുട്ടികളിൽ സാധാരണ കാണപ്പെടുന്ന ലൈംഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഉള്ള പരിഹാര മാർഗങ്ങൾ അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വയംഭോഗം, സ്വവർഗ സംഭവം, ഹോമോസെക്ഷുവൽ, അത് നമ്മുടെ നാട്ടിലും ധാരാളം ഹോമോസെക്ഷുവാലിറ്റി തരാം. പ്രത്യേകിച്ച് ഹോസ്റ്റലുകൾ, കുട്ടികളെ ഹോസ്റ്റലുകൾ കൊണ്ടൊക്കെ, ആൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ ഒത്തിരി ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് അവർ പലതും പഠിക്കുന്ന അവിടുന്ന്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. മാസ്റ്റർബേഷൻ, ഹോമോസെക്ഷുവാലിറ്റി, പ്രേമം, പ്രണയം, മറ്റു സ്ത്രീകളെ തേടി പോകുന്നത്. ഇല്ല, മുതിർന്ന പിള്ളേരാവണം നിർബന്ധമൊന്നുമില്ല. അതാണ് പേരൻസിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ ഇപ്പം ആൺകുട്ടികളിലെ ലൈംഗികത ഉണർന്നു വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതായത് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും മാസ്റ്റർബേഷൻ ചെയ്യുന്നുണ്ട്, മാസ്റ്റർബേഷൻ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അവർക്ക് ആ പ്രോപ്പർ ഈ സമയത്ത് അവരുടെ ആഗ്രഹങ്ങളാണ്, അവർക്ക് അറിയാനുള്ള ആഗ്രഹങ്ങളാണ്. അപ്പൊ അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. ഇത് നമുക്ക് വേണം, ഇത് വേണം. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക പിള്ളേർക്ക്. ഒരു ചെടി കുഴിച്ചു വെക്കാൻ ഒരു സമയം, അത് വളരാൻ കുറേ സമയം എടുക്കും. പിന്നെ പൂക്കും, കായ്ക്കും, പറിക്കാൻ കുറച്ച് സമയം. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് പഠിക്കാന്, വളരാന്, അവര് കല്യാണം കഴിക്കാന്, പിള്ളേരുണ്ടാവാന്, എല്ലാത്തിനും ഓരോ സമയമുണ്ട്. അപ്പൊ ഇത് ദൈവം തന്ന നമുക്കൊരു അനുഭവമാണ്. അതിനെ നന്നാക്കി കൊണ്ടുപോകുക. ദൈവത്തിന്റെ ഒരു ദാനമാണിത്, ലൈംഗികത എന്ന് പറയുന്നത്. അതിനെ വിശുദ്ധമായിട്ട്, ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അത് സാത്താന്റെ പണിപ്പുരയാക്കി മാറ്റരുത്. അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക. സൊല്യൂഷൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാവുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, ഇപ്പം ഇങ്ങനെയുള്ള സെക്ഷൽ പെർവേർഷൻസ് വരുന്നവർ തന്നെത്താൻ ഇരിക്കാതിരുത്തുക, അവരെ തന്നെ ഇരുത്താതിരിക്കുക. വീട്ടിൽ എല്ലാവരും പുറത്തു പോകുമ്പോൾ അവരെ തന്നെ വീട്ടിലിരുത്താതിരിക്കുക. ആരെങ്കിലും ഒരാളുടെ കൂട്ടത്തിൽ അകത്തേക്ക് കയറ്റാതെ എപ്പോഴും പുറത്തേക്ക് കളിക്കാൻ വിടുക. കാരണം സെക്ഷൽ എനർജി വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോട്ടെ. അപ്പോൾ അവൻ നല്ല എക്സർസൈസ് ഒക്കെ ചെയ്ത് ക്രിക്കറ്റൊക്കെ കളിച്ച്, അല്ലെ അവൻ എന്നേലും പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നേ. അപ്പം നമ്മുടെ ഈ എന്താ പറയുക, ഗാന്ധി ജയന്തി ദിനത്തിന് നമ്മൾ റോഡ് നന്നാക്കാനും ഹോസ്പിറ്റലിൽ കഴിയുക, നമ്മുടെ ആ എനർജി നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പം എല്ലാ എനർജിയും കൺവേർട്ട് ചെയ്യാം. അപ്പം അത് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ നല്ലതായിട്ട് കളിക്കാനൊക്കെ വിടുക, നല്ല എക്സർസൈസസ് ഒക്കെ ചെയ്യാൻ വിടുക. പെരയ്ക്കകത്തിരിക്കരുത്, വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്ക് വിടരുത്. പ്രായത്തിൽ മുതിർന്നവരുമായി കൂട്ടുകൂടാൻ പിള്ളേരെ വിടരുത്. അതാണ് എനിക്ക് പാരൻസിനോട് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുതിർന്നവരുമായിട്ട് പിള്ളേരെ, കാരണം ഇവിടെ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നതൊക്കെ മുതിർന്നവരാണ്. കൊച്ചു കുട്ടികളെ, ആൺകുട്ടികളെ, അങ്ങനെയുള്ള സെക്സ് റാക്കറ്റുകൾ തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ആരെയും പുറത്തുള്ളവരെക്കാൾ കൂടുതൽ കുടുംബത്തിനുള്ളിലാണ് കുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ബസ് യാത്രക്കിടയിലും അല്ലാത്തടത്തും ഒക്കെ ആൺകുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരീരം അങ്ങനെ വേറൊരാൾക്ക് ആവശ്യമില്ലാതെ ഉപയോഗിക്കാൻ കൊടുക്കരുത് എന്ന ഒരു ഗൈഡൻസ്, ഒരു ബോധ്യം പിള്ളേർക്ക് കൊടുക്കുക. പിള്ളേരത് മനസ്സിലാക്കണം, പേരൻസും അത് മനസ്സിലാക്കണം. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കുട്ടി വീട്ടിൽ വന്ന് പറഞ്ഞാലുടനെ വലിയ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും അറിയിക്കേണ്ട. അതിന് അത്യാവശ്യം അവന് വേണ്ട ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് പോയി നല്ലൊരു ഗൈഡൻസ് കൊടുക്കുക. അമ്മയ്ക്ക് പറ്റുന്നില്ലേ, കാരണം അമ്മ പറയുന്നതിനേക്കാൾ ചിലപ്പോൾ വിശ്വാസം വേറൊരാൾ പറയുന്നതായിരിക്കും. അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാലും, ഇപ്പൊ ആദ്യമായിട്ട് സംഭവിക്കുന്ന കുട്ടികൾ വളരെ നിരാശപ്പെട്ട് വേറൊരു മൂഡിലേക്കും മാറാറുണ്ട്, ഒരു ഡിപ്രഷനിലേക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആൺകുട്ടികൾ. അതിപ്പോ ഈ ഹോസ്റ്റലുകളിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമില്ലെങ്കിലും അവര് ഇഷ്ടമില്ലാത്ത പരിപാടി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ റാഗിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പൊ അത് നിരാശയിലേക്കും മനപ്രയാസത്തിലേക്കും
അല്ലെങ്കിൽ ഞാൻ അശുദ്ധമായി പോയി, അല്ലെങ്കിൽ എനിക്ക് വേറൊരു പെണ്ണിനോട്, അല്ലെങ്കിൽ എനിക്കൊരു ഭാര്യയോടുള്ള കടമ ചെയ്യാൻ ഇതൊക്കെ പറ്റില്ല, വീണ്ടും അങ്ങനെയൊക്കെ വിവാഹ ചിന്തിക്കുന്ന ജീവിതത്തെ വരെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പിള്ളേരുണ്ട്. അതൊക്കെ നമുക്ക് കൗൺസിലിങ്ങിലൂടെയൊക്കെ മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ലൈംഗികത എന്ന് പറയുന്നത് ദൈവദാനമാണെന്നും ലൈംഗികത നമുക്ക് ആവശ്യമാണെന്നും അതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഐഡൻറ്റിറ്റി, അത് നമ്മൾ എന്തായിരിക്കുന്ന അവസ്ഥ, അത് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതാണ് ഏറ്റവും നമുക്ക് ഈ അവസരത്തിൽ ചെയ്യാനുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ അറിവ് പുറത്തുനിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. പുറത്തുനിന്ന് കിട്ടുന്ന അറിവ് അവരുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ നല്ല അറിവ് കൊടുക്കാൻ. അപ്പോഴത്തേക്ക് അവരൊക്കെ നല്ലവരായിക്കോളും. നമ്മൾ ഇത്ര ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ലൈംഗികത ഒരു വരമാണ്, ദൈവം തന്ന ദാനമാണ്. ഈ പ്രോഗ്രാമിലേക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും കാണാം യൂത്ത് ഗൈഡിലൂടെ പുതിയൊരു വിഷയമായി. അതുവരേക്കും നന്ദി.